റൈഡ് തുടങ്ങുമ്പോലെ ഒരു സുഖമാണ്, കിക്കാണ്. നല്ല ചൂടാണ്, ചൂടായിട്ട് ഒരു രക്ഷ ചൂടാണ്. ഞാൻ കൈൻ്റെ കണ്ട കംപ്ലീറ്റ് പുറത്തേക്ക് ഈ സിബ് ഉണ്ടോ അല്ലെങ്കിൽ മുസ്ലിം എൻ്റെ ക്യാമറക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നടുവിലൊക്കെ നീ വലിച്ചിട്ടുണ്ടാവാം, സൈഡിലേക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നാട്ടിൽ വിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വണ്ടിയുടെ പുറകിൽ മലയാളി പൊടിയല്ലേ എന്ന് എഴുതാൻ കാരണം ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് നമ്മൾ യുഎയിൽ നിന്നും ഒരു 1500 ബൈക്സിനൊപ്പം വന്ന റൈഡ് ആയിരുന്നല്ലോ. അത് കാണാത്തവർ എന്താണ് കാണണം, മിസ് ചെയ്യരുത്. ഭയങ്കര നഷ്ടമാണ്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 500 ബൈക്സിനോട് ഞാൻ റൈഡ് വരുന്നത്. ഞാൻ ഒമാനിൽ പോകുന്ന വഴിക്കാണ് ആ റൈഡ് വന്നത്. ഞാനിപ്പോൾ കൽബേലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റൈഡ് നിർത്തിയത് അവിടെയാണ്. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ വണ്ടിൻ്റെ എൻ്റെ ഹെൽമെറ്റ് ക്യാമറിൻ്റെ സാധനം പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ വെച്ചാൽ ഒട്ടിക്കാൻ വേണ്ടി, പശിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഈ കൽബേരുത് ഇവിടെ ഈ ഒരു ഷോപ്പ് കണ്ടു, ഇവിടെ നിർത്തി. ചെറിയൊരു ഗ്രോസറിയാണ്, തലാൽ കൽബ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് മലയാളികളാണ്. മലയാളി എന്നതിലുപരി എൻ്റെ ചങ്ക് ഫോളോവർ കേട്ടോ. പേര് പറഞ്ഞോ? പേരെല്ലാം പറഞ്ഞ ഏത് സ്ഥലം? പട്ടാമ്പി. അടിപൊളി പട്ടാമ്പി, കരിങ്ങനാട്. അപ്പം ഞാൻ എന്താ പറയാ, എൻ്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പൊട്ടിയ സാധനം കാണിച്ചില്ലാവേ. ഇത് ഇവിടുന്ന് ഇളകിയിട്ടുണ്ട്, ഈ പീസ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ അത് ഗമ്മിട്ടിട്ടുണ്ട്. അത് ഗമ്മിട്ട് അള്ളാൻ്റെ മോനെ ഹെൽമെറ്റ് അവിടെ പറ്റി പിടിച്ചാൽ പഠിച്ചോനെ. താഴെ ഗമ്മ് നോക്കിയാൽ ഗമ്മ് താഴേക്ക് ഒഴുകിയിട്ട് ഹെൽമെറ്റ് അവിടെ പറ്റി പിടിച്ചോനെ. ഫ്രീസറിന് കൊടുക്കട്ടോ, കണ്ട വന്ന്. അല്ലെങ്കിൽ ഫ്രീസറും ഹെൽമെറ്റും കൂടി മോഡലാക്കി വെക്കേണ്ടി. അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെ ഒട്ടിച്ച മുതൽ ഇതാണ്, ഇത് ഈ പീസാണ്. ഇത് ഇവിടെ ഈ സൈഡ് പൊട്ടിപ്പോയിട്ട് എന്താക്കിയാൽ ചെറിയ തുണിയൊക്കെ ചോട്ടിച്ചിട്ടുണ്ട് കേട്ടോ. റൈഡ് തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ പണികൾ വരാൻ തുടങ്ങി. ഒരുപാട് പണികൾ ഈ ട്രിപ്പിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം പ്രിപ്പയർഡ്. ഞാൻ പ്രിപ്പയർഡ്, കുഴപ്പമില്ല. അങ്ങനെ ഒട്ടിച്ച് നല്ല വൃത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ബ്രോ താങ്ക് യു കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. ബ്രോന്റെ കടന്റെ പരിചയമാണ്, കടന്റെ പേരാണ് തലാൽ കൽബ ഗ്രോസറി. ഇവിടെ വരിക, സാധനം വാങ്ങുക. അത് പറഞ്ഞു ഇതിന് പൈസ കൊടുക്കാൻ പറ്റേ. ഇവർ ആക്ച്വലി എൻ്റെ വണ്ടിയിൽ കയറി ഫോളോ കേട്ടോ. ഓക്കെ ഭയ്യ, जाऊं? ओके हाँ भैया आप ले लो. अभी आपने साइड स्टैंड से नहीं लेना है क्योंकि वेट है ना, थोड़ा प्रॉब्लम आएगा. അല്ല അതിൻ്റെ എത്ര പൈസ ഞാൻ തരാൻ മുട്ടി? അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കാണുന്നതേ പോലെ കാണാം. താങ്ക് യു ഭയ്യ, താങ്ക് യു. ഫോളോ കറോ ഭയ്യ, അച്ഛാ. കണ്ട എന്നോട് പറഞ്ഞ കേട്ടോ. നമ്മള് അടുത്ത പ്രാവശ്യം എന്തായാലും മനസ്സിലാവും, പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. മസ്കറ്റ് എവിടെ? മസ്കറ്റ് ഒമാൻ 261 കിലോമീറ്റർ, 3 മണിക്കൂർ പിടിക്കും. അപ്പോൾ യൂട്ടേൺ അടിക്കണം. മൊബൈൽ എടുത്തിട്ട്. ആ ഭയ്യ താങ്ക് യു ഭയ്യ. नहीं अभी नहीं भैया, अभी टाइम नहीं है मुझे, बहुत अभी जाना है, बहुत जो घूमने का है. താങ്ക് യു ഭയ്യ. ഓക്കെ. പാകിസ്ഥാനിലുണ്ടോ ഇവർക്ക് ഭയങ്കര ക്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബ്രോ ഇല്ലേ, ആക്ച്വലി ഞാൻ അവിടെ നിന്നൊരു ഈ ചാർജറിൻ്റെ കേബിൾ വാങ്ങിയിരുന്നു, പിന്നെ ഗമ്മൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ പുള്ളി പൈസ വാങ്ങിയിട്ടില്ല. വെള്ളം തന്നു, ജ്യൂസ് തന്നു. ഞാൻ ആദ്യം കയറി സാധനത്തിന് വെച്ചപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് കയറിയിട്ട് മൂപ്പർക്ക് മനസ്സില്ല. മൂപ്പര് എന്തോ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ പിന്നെ ഹെൽമെറ്റ് അയച്ചാൽ പുള്ളിക്ക് മനസ്സിലായി. പിന്നെ പുള്ളി ഒരു രക്ഷകരുടെ സ്നേഹം. അപ്പം നമുക്കിനി പോയിട്ട് യൂട്ടേൺ അടിക്കണം. യൂട്ടേൺ അടിച്ചിട്ട് പോകണം. കൽബാട്ടത് കൽബാണ് നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ടേക്ക് പൂരം കൊടിയേറി എന്ന് പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ എൻ്റെ ഇഷ്ടപ്പെട്ട യാത്ര ഞാൻ അങ്ങനെ തുടങ്ങി കേട്ടോ. ഇനി ബ്രേക്കില്ല, ഇനി കണ്ടിന്യൂസ്ലി യാത്ര മാത്രം. എന്തെങ്കിലും സർവീസിൻ്റെ ടൈമിങ്ങിലോ ഷിപ്പിങ്ങിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ഈ ഓരോ സെക്ടർ കഴിഞ്ഞാലും മാത്രമേ ബ്രേക്ക് എടുക്കുള്ളൂ. അതുവരെ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഫുജിയേറിയാണ്. ലണ്ടനിലെ ക്ലോക്ക് ഉണ്ടല്ലോ കാണുമ്പോൾ
കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് റൈഡ് സ്റ്റോപ്പ് ചെയ്ത ഈ കോർണിഷിലാണ്. മിക്കവാറും ബൈക്കേഴ്സ് ഉണ്ടാവും ഇവിടെ. ഇതേ നമ്മുടെ ബൈക്കേഴ്സ് എല്ലാവരും ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നുണ്ട്. ഇപ്പം അല്ലേ ബോർഡർ ഇങ്ങോട്ടാ? ഞാനവിടെ ഒട്ടിച്ചേരം ശരിയാക്കി. ഇത് ഒട്ടിച്ച് അവിടെ മലയാളിന്റെ പീടിയ പോയി ജ്യൂസും കുടിച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്ത് ഒട്ടിച്ച് ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ച്. ബോർഡർ ക്രോസ് ചെയ്യണം. ഇവിടുന്ന് അണ്ണി അടിക്കാൻ ലേറ്റ് ആവും. ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് അടിക്കാം. അപ്പം ബൈ ബൈ ഗൈസ്. അപ്പോൾ അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ 2 വീഡിയോ ഒന്നല്ലോ, ഇത് ചെയ്യാം നിങ്ങളെല്ലാം ഭാഗ്യം. ഓക്കെ, അടിപൊളി ആൾക്കാർ കേട്ടോ, ബ്രദേഴ്സ്, ബൈക്കേഴ്സ് ബ്രദേഴ്സ്. സോ ഇവിടുന്ന് സ്ട്രൈറ്റ് ആണ് നമ്മൾ വന്ന ഇവിടുന്ന് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ അടിച്ച് കയറിയത്. പക്ഷെ ഇപ്പം നമുക്ക് പോകേണ്ട സ്ട്രൈറ്റ് ആണ്. ഇവിടെയാണ് ഒമാൻ ബോർഡറിൽ. പിന്നെ ഒരു കാര്യം, ഇത്ര കാലം നമ്മൾ ഹത്ത ബോർഡർ വഴിയാണ് ക്രോസ് ചെയ്തത്. ഇന്ന് നമ്മൾ ക്രോസ് ചെയ്തത് കൽവ ബോർഡർ വഴിയാണ്. ഇവിടെ ബോർഡർ ക്രോസിങ്ങിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഹത്ത ബോർഡർ വഴിയാകുമ്പോൾ ഈ കസ്റ്റംസിൻ്റെ ക്ലിയറൻസിൻ്റെ അടുത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പേപ്പറും കാണിക്കണം. പക്ഷേ എങ്കിൽ കൽവ വഴി പോകുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ കുഞ്ഞി ബോർഡറാണ്, വലിയ ബോർഡറല്ല. ഇപ്പോൾ കടക്കാരൻ പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഫോറിനറായിട്ട് ഞാൻ മാത്രം ഉണ്ടാവുന്ന പുള്ളി പറയുന്നത് ഈ ബോർഡറിലേക്ക്. ഇത് കൽവ സിറ്റി. വിഷ് യു എ സേഫ് ജേണി. ക്യാമറ ഓഫ് ആക്കട്ടെ. ആൻഡ് ഫൈനലി നമ്മളങ്ങനെ ഒമാനിലെത്തി. സംഭവം കുറച്ച് ടൈം എടുത്തോട്ടെ, കുറച്ചല്ല കുറച്ച് കൂടുതൽ ടൈം എടുത്തു. എല്ലാ ബോർഡറും നമുക്ക് സംഭവിക്കുന്നതാണ്. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഡിലേ വരുന്നത് കേട്ടോ. പക്ഷേങ്കിൽ UAE സൈഡാണെങ്കിലും ഒമാൻ സൈഡാണെങ്കിലും നല്ല സ്വഭാവമാണ്, നല്ല കമ്പനിയുണ്ട്. പിന്നെ UAE സൈഡിൽ ഒരു മലയാളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം കുടുങ്ങി അവിടെ. അപ്പോൾ പുള്ളിയാണ് എന്നെ വേഗം ക്ലിയർ ചെയ്യുന്നത്. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അനസ് അങ്ങനെ എന്തൊരു പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഫോട്ടോ ഇട്ട് കണ്ടാൽ മതി. അപ്പോൾ അവരില്ലോണ്ട് അവർ വേഗം എന്നെയും കൂട്ടി ഉള്ളിൽ പോയി. കാരണം മൂപ്പർ ഒരു ബോർഡറിൽ 10-18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. വേഗം കൊണ്ടുപോയി അടിച്ച് ക്ലിയർ ആക്കി തന്നു. അതുകൊണ്ട് സന്തോഷമായി. ഈ യാത്ര തുടങ്ങിയിട്ട് 2 മലയാളികൾ കാരണം എനിക്ക് സഹായം കിട്ടി കണ്ടോ. നാട്ടിൽ നിന്ന് വിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വണ്ടിയുടെ പുറകിൽ മലയാളി പൊടിയല്ലേ എന്ന് എഴുതാൻ കാരണം എവിടെ പോയാലും മലയാളികൾ നമ്മൾ സഹായിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം കണ്ടില്ലേ, സഹായം കിട്ടില്ലേ. ഓക്കെ, ഇപ്പം നമുക്കുള്ളത് 286 കിലോമീറ്ററാണ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമുക്ക് എക്സ്പ്രസ് ഹൈവേ വഴി പോകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എക്സ്പ്രസ് ഹൈവേ വഴി പോയത്. ഇത്തവണ ഞാൻ മാറ്റിയിട്ട് സോഹർ വഴിയാണ് പോകുന്നത്. ഒന്നുമില്ല, കുറച്ച് കാഴ്ചകളും കണ്ട് മെല്ലെ പോകാൻ കേട്ടോ. ഓക്കെ, ടയർഡ് കേട്ടോ, ഭയങ്കര ടയർഡായി. നമ്മുടെ യാത്രയിലെ 1, 2, 3 4ാമത്തെ രാജ്യമാണ് ഒമാൻ. ഇനി നമുക്ക് 96 കൺട്രി കൂടി പോകാൻ കേട്ടോ. കാണാം നമുക്ക് ഒമാനിലെ കാഴ്ചകൾ. ഇപ്പം നമ്മൾ സൊഹാറത്താണ് കേട്ടോ. ഇത് സൊഹാർ പോർട്ടാണ്, കണ്ടില്ലേ. നമ്മൾ ആമിന ആദ്യമായിട്ട് വിദേശത്ത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലിയറൻസ് എടുത്തത്. അപ്പം ഫസ്റ്റ് ആമിനാൻ ഇറക്കി കൊണ്ടുപോയൊരു സ്ഥലമായിട്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ. പിന്നീട് പറക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയത് ഇവിടെ ദുബായിലായിരുന്നു. ഗോൾഡിൽ നിന്ന് ഇറങ്ങിയത് ദുബായിൽ തന്നെ, ഈ പോർട്ടിൽ. ഞാനെന്തായാലും സൊഹാറിലൊന്ന് നിർത്തും, എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഒമാനി കറൻസി ഇല്ല, UAE റിയാലുള്ളത്. എനിക്ക് മാറ്റാനുള്ള എവിടെയും കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് നോക്കാം മസ്കറ്റത്തുന്നേരം. പിന്നെ ഒമാൻ്റെ എക്സ്പെൻസ് മുഴുവൻ ഒമാൻ തന്നെ കവറപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. മനസ്സിലായി. ഇതിനൊക്കെ ചെറിയ പ്രൊമോഷൻ വർക്കെല്ലാം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചെറിയ പൈസ ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസിന് മാത്രം കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നോക്കാമല്ലോ. സോഹാറെത്തി. റൈറ്റ് സൈഡാണെന്ന് സോഹാറിൻ്റെ ലുലു ആണ്. സോഹാറൊക്കെ ഒരുപാട് മാറി കേട്ടോ. സാം മസ്കറ്റ്. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് ഗൂഗിളിൽ, ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. നല്ല ചൂടാണ്, ഒരു രക്ഷയിലെ ചൂടാണ്. ഞാൻ കൈൻ്റെലൊക്കെ ഉണ്ട് കംപ്ലീറ്റ് പുറത്തിറക്കി. ഈ സിബ് ഉണ്ടോ തുറന്നപ്പോൾ കാറ്റ് ഫുൾ കിടക്കാൻ തുടങ്ങി. പിന്നെ ജാക്കറ്റ് ഞാൻ കുറച്ച് റിവ്യൂ ജാക്കറ്റിന് പറയാനുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് എവിടുന്ന് വാങ്ങിയെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞിടാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മനസ്സിലാവും. നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമുക്ക് UAE ഒരു വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു യാത്രേൻ്റെ ഈ ഗിയേഴ്സ് സ്പോൺസേർഡ് വന്നത്. അവർ നമുക്ക് ആവശ്യമുള്ള ഗിയേഴ്സ് തരും കേട്ടോ. എന്തെങ്കിലും നല്ല ഗിയേഴ്സാണ് തന്നിട്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ആവുക, എന്തെങ്കിലും ആവശ്യിക്കുന്നത് മാറ്റി തരണമെങ്കിൽ അതും അവർ തരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം കേട്ടോ. ഈ ഫ്രെയിം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്തേ, കമൻറ്റിൽ പറ. സോഹാറിലെ ഫ്രെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറ, നോക്കാം നമുക്ക് ആരും ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടുന്നില്ല. പിന്നെ ഇവിടെ കണ്ട വണ്ടികളിൽ അധികവും ദുബായ് വണ്ടിയിലുള്ളൂ. ഒമാൻ വണ്ടികൾ വളരെ കുറവാണ്, മൊത്തം ദുബായിന്. ഇപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ,
ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒമാനിൽ ആക്ച്വലി ഇന്നാണ് പെരുന്നാൾ. ദുബൈയിൽ ഇന്നലെ ആയിരുന്നു പെരുന്നാൾ, ഒമാനിൽ ഇന്നാണ് പെരുന്നാൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റോഡിൽ നിന്ന് ആൾക്കാരൊന്നും കാണുന്നില്ല. എന്താണ് സംഭവം എന്ന് അറിയില്ലോ. കച്ചവട സാധനങ്ങളൊക്കെ പൂട്ടിയിട്ടെടുക്കുന്നുണ്ട്, ഒന്നും ആൾക്കാരെ കാണുന്നില്ല. ഇപ്പോൾ സമയം 12 മണി ഉച്ച സമയമാണ്. നോക്കുമ്പം ഇന്നാണ് ഒമാനിൽ പെരുന്നാൾ. അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. കാരണം നാട്ടിൽ ഇന്നാണ്, ഒമാനിൽ ഇന്നാണ്, UAE ഇന്നലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവുന്നു. സോ ഇപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരു ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ടയർഡാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, മിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. വേറെ ഫുഡില്ല. പെരുന്നാളായതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ കരാമ പോയപ്പോഴും ബിരിയാണിയുടെ അവസ്ഥ. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, ബിരിയാണി മാത്രമേ ഉള്ളൂ. പെരുന്നാൾ ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ച് എന്തായാലും ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും പവർ നാപ്പ് എടുത്തില്ലെങ്കിൽ പണിയാണ്. പിന്നെ ഇത് മലയാളീസിൻ്റെ റെസ്റ്റോറൻ്റാണ്, അവർക്ക് തന്നെ അറിയാം, എനിക്ക് അവരറിയാം. നേരത്തെ പറഞ്ഞാൽ മലയാളി പൊടിയല്ലേ, അവർ പറഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് ഒരു 1 hour പവർ നാപ്പ് എടുത്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഫുഡ് കുഴപ്പമില്ല കേട്ടോ. ബിരിയാണി കഴിച്ചത്, ബിരിയാണിയും പിന്നെ ഒരു ജ്യൂസും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്കും. 19 dirhams, 1.9 ബില്ല് കേട്ടോ. അപ്പോൾ കരാമയിൽ ഇപ്പോൾ ഇരുന്നാലും ഏകദേശം തന്നെ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ബില്ലൊന്നുമല്ല. അപ്പോൾ തിരിച്ച് നമ്മൾ മസ്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ മീൻസ് ഞാനും നിങ്ങളും, അതോടെ നമ്മളെന്ന് പറഞ്ഞു. എന്നാലും ഞാനെന്ത് പൊട്ടനല്ലേ, ഇവിടെ നിന്ന് പെരുന്നാളെന്ന് എനിക്കറിയില്ല, ഞാൻ അത് ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പോൾ ആ വാതിലൊക്കെ പെരുന്നാൾ ദിവസമായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ. അതിലുണ്ട്, ഷവാബ്ക്കിയുടെ എല്ലാവരും ഉണ്ട്. ഇതെൻ്റെ 4ാമത്തെ വെള്ളമാണേ. അപ്പോൾ ഓരോരോ സ്ഥലത്ത് കയറുക, വെള്ളം മേടിക്കുക, എന്നിട്ട് പകുതി കുടിക്കും, പകുതി ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നേരെ മൂത്ത് വയ്ക്കും, ഫേസിലേക്ക് വരും കേട്ടോ. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് 87 കിലോമീറ്റർ ഉള്ളത് ആദിലുണ്ട്. ആദിലിനെ കാണണം ഫസ്റ്റ്. അതിൽ ഓൺ ദ വേ ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിലവിടെ പോയി നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. അതുപോലെ ഷവാബൊക്കെ ഉണ്ട്, എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വിളിച്ചിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഴയ ആൾക്കാരെല്ലാവരും ഞാൻ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ട്. വെയിലാറിയോ, സംഭവം ചൂടില്ല, ചൂടും കൂടി തുടങ്ങി ഞാൻ പിന്നെ തീർന്നേ. ഈ മുമ്പിൽ പോകുന്ന ടാക്സി ഉണ്ടോ, ഞാൻ ആക്ച്വലി ഒരു വെള്ളത്തിൻ്റെ കുപ്പി കുടിക്കാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ട് പുറത്ത് ബേക്കിലേക്ക് വീണ്. വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. സ്ലിപ്പായി ബേക്കിൽ വീണത്, ബേക്കിൽ ടാക്സിക്ക് അവൻ ചവിട്ടി ഇളക്കി സ്പീഡ് തന്നു. ഞാൻ വിചാരിച്ചു തെറി പറഞ്ഞിരിക്കുന്നു. അല്ല, നേരെ ഓപ്പോസിറ്റ് എന്നോട് ഗ്ലാസ് കാത്തിട്ട് വേറെ വെള്ളത്തിന് ഉപ്പി എടുത്തിട്ട് വേണോ എന്ന് വെച്ചു. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വീഴുന്ന അവൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അവൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തുള്ള വെള്ളം എന്നോട് വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ആക്ഷൻ കാണിച്ചു തന്നെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തോ ബ്ലോക്ക് ഉണ്ടല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, എന്താ അറിയില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. കിടിലം പോലത്തെ ബ്ലോക്കാ, പട്ടാളം എല്ലാം ഉണ്ടല്ലോ. അവിടെ ഭയങ്കര ചെക്കിങ് കേട്ടോ. പിന്നെ ക്യാമറ എടുക്കുകയാണെന്ന് മിലിറ്ററിയിലുണ്ടാണ്. മിലിറ്ററി ഉള്ള സമയത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കുന്നതിന് ഭയങ്കരമായി നോക്കണം. നമ്മൾ കയറിയതേ പറ്റും. അത് നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിലും മറ്റ് രാജ്യത്തിനാണ്. നേരെ വെച്ചപ്പോൾ ബോർഡറിലൊക്കെ നിൽക്കുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരും നമുക്ക് കുഴപ്പമില്ല, അവിടെ സംസാരിക്കുമ്പോൾ എടുക്കാം, അവർ തന്നെ അനുവദിക്കും. പക്ഷേ ഇത് വെച്ചാൽ ചെക്കിംഗ് ആണ്. ചെക്കിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. വെച്ചാൽ മിലിറ്ററിക്കാർ മൊത്തം ടാങ്ക് അടക്കം എടുത്തുകൊണ്ടിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതുപോലുള്ള കാഴ്ചകൾ നമ്മൾ ക്യാമറ ഒഴിവാക്കുന്നതല്ലേ. മാറിയതാണ്, റൂട്ട് മാറിയിട്ട് ഇപ്പോൾ കാട്ട് മുകളിലേക്ക് കൂടിയാണ് പോകുന്നത്. റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ, റൂട്ട് മാറിപ്പോയതാണ്.
ഇത് ഏത് റൂട്ട് കാണിക്കുന്നത്? ഇതിനടിയിലേക്കൂടെ വഴിയെല്ലാം കാണിക്കുന്നത്, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. റൂട്ടുണ്ടോ, വഴിയുണ്ടോ? ടാറിംഗ് റോഡ് പോകുന്നുണ്ട്. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്, രക്ഷപ്പെട്ടു വഴിയുണ്ട്. ഓ മസ്കറ്റിൽ വന്നാൽ കുറേ കുന്നെല്ലാം കയറ്റുന്നുണ്ട് കേട്ടോ. അത് GCCയിൽ മസ്കറ്റിന് മാത്രമുള്ള പ്രത്യേകത. പിന്നെ ഈ GCC കൺട്രിയിൽ ബൈ റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കൺട്രി എന്നുള്ളത് ഒമാനാണ്. പിന്നെ അത് ഇപ്പം UAE ആണെങ്കിലും സൗദി വാട്ട് എവർ, ഒമാൻ്റെ അത്ര ഒരു ഇത് വരില്ല. കാരണം ഒമാനിൽ പല സ്ഥലങ്ങളിലും പല ഹിഡൻ ട്രഷേഴ്സ് ഉണ്ട്. അതിങ്ങനെ വണ്ടി എടുത്ത് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യൂറോപ്യൻസൊക്കെ വന്ന് ഇവിടുന്ന് വണ്ടി സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടും ഒമാൻ്റെ അങ്ങ് മുക്കും മൂലയും കറങ്ങും കിട്ടും. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇത്രയും ബെസ്റ്റ് കൺട്രി, ഈ വണ്ടി എടുത്തിട്ട് കറങ്ങാൻ പറ്റും ഇത്രയും ബെസ്റ്റ് കൺട്രി വേറെ എവിടെ ഇല്ല. ഇപ്പോൾ UAEയിലൊക്കെയാണ് നമുക്ക് ഭയങ്കര ലിമിറ്റ് ഉണ്ട്. നമുക്ക് സിറ്റി ലൈഫാണ് അവിടെ മെയിൻ നോക്കുന്നത്. സിറ്റി ലൈഫും പിന്നെ മാൻമെയ്ഡ് ടൂറിസം അട്രാക്ഷൻസാണ് മെയിനായിട്ട് UAEയിലൊക്കെ ഉള്ളത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നാച്ചുറലായിട്ടുള്ള ടൂറിസം ലൊക്കേഷൻസാണ്. പിന്നെ ഗവൺമെൻറ് കുറേ കാലം മുന്നേ വരെ അവർ എത്ര വലിയ മൈൻഡ് ആക്കിയിട്ടില്ലായിരുന്നു കുറേ സാധനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ ഏരിയാസും ഗവൺമെൻറ് അത്രയും കെയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്തിട്ട് മൈൻഡ് ചെയ്തിട്ട് അത്രയും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒരുപാട് യൂറോപ്യൻസ് വരുന്നുണ്ട്, ഒരുപാട് ടൂറിസം പാക്കേജുകൾ ശരിക്കും ഓടുന്നുണ്ട്. ഇത് നമ്മളറിയാത്തതുകൊണ്ട്. ബ്രോയിലർ ചിക്കൻ ഷവായിൽ കുറച്ചിട്ട് കോയിനെ പോലെ കേട്ടോ. പക്ഷേ ഞാൻ ഫുൾ റൈഡിങ് ഗിയേഴ്സ് മാസ്ക് ഇട്ട് ഉടനെ സ്കിന്ന് എവിടെയും കറക്കും പൊടി പിടിക്കുകയും ചെയ്യില്ല. ശരിക്കും ഈ ചൂടത്ത് നമ്മൾ പോകുമ്പോഴല്ലേ ഞാൻ പഠിച്ചിട്ട് നല്ല വെളുത്തെടുത്ത് വരുന്നു. ഇപ്പം ഞാനിപ്പോൾ അവിടുന്ന് ഹെൽമെറ്റിലേക്കും എൻ്റെ ഫേസ് ഇന്നലെ തന്നെയൊക്കെയാണ് വെളുത്തിട്ട് ഇന്നുള്ളത്. അത് ഈ പിന്നെ സ്റ്റീം ആവി എടുത്താൽ മറ്റെപ്പോഴൊന്നുമല്ല അതുപോലെ നല്ല ചൂടല്ല പുറത്ത്. ആ ചൂടത്ത് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. വളവാണ്. എത്ര വളവിത്! എന്തുകൊണ്ടാണ് ഒമാൻ ഇത്ര കുന്നുമലെന്ന് അറിയാം? കാരണം പണ്ട് കാലത്ത് ഇതൊക്കെ കടലിനടിയിലായിരുന്നു. ഇതൊക്കെ കടലിനടിയിലായിരുന്നു. ഈ മസ്കറ്റും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കടലിനടിയിലായിരുന്നു മില്യൺസ് വർഷങ്ങൾക്ക് മുന്നേ. കടലിനടിയിലുള്ള തരത്തിലുള്ള ആ ഒരു ഡിസൈനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ വെള്ളം ഇറങ്ങി കരയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇത് ആക്ച്വലി ആദിലിൻ്റെ വീടാട്ടോ. ഞാൻ മുന്നേ ഇവിടെ വന്നിരുന്നു. പക്ഷേ ഈ ക്യാമറ നോക്കി നിങ്ങളുടെ ഇങ്ങനെ എടുക്കുന്ന ക്യാമറ ഭയങ്കര നീട്ടി പിടിക്കുന്നില്ല. സൈഡിൽ പോകുമ്പോൾ ലെൻസ് വീതി വിട്ടിട്ടോ. അടുത്ത വീഡിയോ മുതൽ ഈ ക്യാമറ മാറ്റും ഞാൻ. ഓക്കെ, നിങ്ങൾ അഭിപ്രായം പറയണേ. കാരണം എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സൈഡ് കണ്ട് നിങ്ങളുണ്ടോ വണ്ടി? ഓക്കെ, സൈഡൊക്കെ പോകുന്നുണ്ടോ? ഇതെന്താ ഇതിങ്ങനെ ഒരു ദൂരം? ഇപ്പോൾ എൻ്റെ കൈ ഉണ്ട് ഇടയിലുള്ളത്. ഇടാമ ഇതെന്താ ഇതൊരു വിരലാണ്. ഇത് 2 വിരൽ. ഓക്കെ, ഇവിടെ പോകുമ്പോൾ അതെന്താ ഇത്? ഓക്കെ, ഇനി എൻ്റെ മൊബൈൽ. ഇതെൻ്റെ മൊബൈലാണ്. ഇത് നടുവിൽ ഇങ്ങനെ ഉള്ളത്. സൈഡിൽ പോകുന്ന നോക്കിയാൽ പല കഷ്ണം പോലെ മൊത്തത്തിൽ. ഓക്കെ, ഐഫോണിൻ്റെ പുതിയ മോഡലാട്ടോ. വലൈക്കും അസ്സലാം. എൻ്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി നടുവിലൊക്കെ നീ മെലിഞ്ഞിട്ടുണ്ടാവുക, സൈഡിലേക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാണ് ശരിക്കും വാതിൽ കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നോക്കിയേ, നോക്കിയേ മെലിഞ്ഞിട്ടാണ് ചോദ്യമല്ല. ഒന്ന് ഒത്ത നടുവിലൊന്നും കേട്ടോ. എന്താ ഇത് വൈഡ് ആംഗിൾ ഇട്ടോണ്ടത് അല്ലേ മോനെ? എന്താ അവസ്ഥ? എന്നിട്ട് ആരുടെ വീട്ടില്? അടിപൊളി. ഇയാളുടെ പാല കുറ്റം പറഞ്ഞ ടൈപ്പല്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ആമിനാൻ എടുത്ത് വന്നപ്പം അന്ന് ആക്ച്വലി ഇവരുണ്ടായിരുന്നു. ഫോർച്യൂണർ നമ്മളെ പറക്കുന്നാൾ എടുത്ത് വന്നപ്പം അന്നും ഇവരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 5 വർഷമായില്ലേ? 5 വർഷമായി അല്ലേ? ഞാൻ എൻ്റെ യൂട്യൂബ് കരിയർ തുടങ്ങിയ കാലത്ത് എൻ്റെ ഫോളോവറായിട്ട് കൂടെ കൊടുത്തതാണ്. ഇപ്പം എൻ്റെ മസ്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവരാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവനാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ഇവനെ വിളിച്ചു, ഇവനത് ചെയ്തു തന്നു. അപ്പം ഞാൻ അവിടുന്നേ അവനെ വിളിച്ചു.
ഇതാക്കിയിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉറക്ക ക്ഷീണത്തിലാണ്. പക്ഷെ എന്നാലും അവൻ്റെ വീട്ടിൽ കയറി ഒരു ജ്യൂസ് പിടിച്ച് പോകണമെന്ന് വെച്ചോ. എന്ത് തോന്നുന്നു എനിക്ക്? അടിപൊളി. ഓൾറെഡി കണ്ടിരുന്നു ഒരു ലോങ് റൺ, സക്സസ് റൺ. ലോങ് സക്സസ്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോട്ടെ. എന്നാൽ നമ്മൾ ഫസ്റ്റ് ആമിയാനെ കൊണ്ടുവന്നു. അതെ, അടുത്ത വണ്ടി വേൾഡ് റൈഡ് മാറിയില്ല, അപ്ഗ്രേഡ് ആകുന്നില്ല ലൈഫ്. ഇനി അങ്ങോട്ട് മേലെ പോട്ടെ കാര്യങ്ങളൊക്കെ. ഇതതിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അടിപൊളി. അപ്പം എനിക്കിപ്പോൾ ഉറങ്ങണം. ഞാൻ ഇപ്പോൾ റൂമിലേക്കാണ് പോകുന്നത്. പോയിട്ട് കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് വൈകുന്നേരം നമ്മൾ രണ്ടാളും കൂടെ മദ്രാസുക്കും റൂബിയിലൊക്കെ ഇറങ്ങട്ടോ. അപ്പം ഒരു 4 ദിവസം എന്തായാലും ഞാനിവിടെ മസ്കറ്റിലുണ്ടാവും. മാക്സിമം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യാനുണ്ട്, വാട്ടർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയ ടീംസിനൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ. ഓക്കെ, വൈകുന്നേരം ആകാനായിട്ട് തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഒരുപാട് ഓർമ്മകളല്ലേ ഗ്രാൻഡ് മാൾ. ഞാൻ ആദ്യമായിട്ട് ആമിയാനെടുത്ത് വന്നപ്പോൾ ഈ സിഗ്നൽ ഞാനിങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഒരു ഒമാന് വന്നിട്ട് എന്നോട് ഇന്ത്യാസേ, ഞാൻ ഇന്ത്യാസ് എന്നെല്ലാം പറഞ്ഞ് എന്തൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തത്. പക്ഷെ എനിക്കാണെങ്കിൽ കയ്യിലെടുക്കാൻ പറ്റുന്നത് ബൈക്കല്ലേ. പക്ഷെ അവരെ സ്നേഹമാണ്. എൻ്റെ എല്ലാ വണ്ടികളും കയറിയ സിഗ്നൽ കേട്ടോ. എൻ്റെ എല്ലാ വണ്ടികളും കയറിയ മാളാണ് ഗ്രാൻഡ് മാൾ എന്ന് പറഞ്ഞ്. ഒമാനിൽ ഞാൻ വന്നത് മെജോറിറ്റിയും സ്വന്തം വണ്ടി എടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റൂട്ടാണ് ഇതൊക്കെ എനിക്ക് മനപ്പാടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഞാൻ വണ്ടി എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഗായ്സ് ഇതെന്താ സംഭവം? ഇതൊന്നും ഇങ്ങനെ പാടുന്നത് എന്നെ പറ്റിച്ചല്ലോ എല്ലാം കൂടിയിട്ട്. ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച ഗ്രാൻഡ് മാളിൻ്റെ പാർക്ക്. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച ഗ്രാൻഡ് മാളിൻ്റെ പാർക്ക്. ഇങ്ങനെയല്ല. എൻ്റെ മോനെ ഒരു എക്സിറ്റ് കാണുന്നുണ്ട്. നിങ്ങളും ആലോചിച്ച് നോക്കി. വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ സ്ഥലമൊക്കെ എനിക്ക് കാണാപ്പാടാന്നല്ലേ. കുടിയിട്ടുണ്ടോ? ഇതെന്താ ഇത്? ഇവർ ഡെവലപ്മെൻറ്റ് എടുത്ത് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാ. ഇതാണ് സ്ഥലം. നേരെ കയറി വരുത്തുക. ആദ്യമായിട്ട് ഇതിൻ്റെ അടിയത്തെ പാർക്കിങ് ഞാൻ കുടുങ്ങി പോണത്. ഇന്നലകളെ അങ്ങനെ ട്രാക്കിലേക്ക് വീണ് ഇരിക്കുകയാണ് അല്ലേ വീട്ടിൽ. ആ റോഡാണ് കയറി വരേണ്ടത്. ആ റോഡ് കയറി വരേണ്ടതാണ് തെറ്റിയിട്ട് ഈ റോഡ് കയറിയത്. കണ്ടോ ഇപ്പം പെർഫെക്റ്റ് ഉണ്ടാക്കാം. ഇപ്പം ഈ റോഡ് ബ്ലോക്ക് ആക്കിയോ? ലാസ്റ്റ് വരെ യൂട്ടേൺ ഉണ്ടോ? ഇന്നലകളെ തിരികെ വരുമോ? വരുമല്ലോ. ആരാ പറഞ്ഞ വരില്ലാന്ന്? ഞാൻ ഇന്നലകൾ ഇപ്പോൾ തിരിച്ചു പോകണമെന്നില്ലേ? പണ്ട് ആമിയാനെ കൊണ്ടുവന്ന സെയിം സീൻ ഞാൻ ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തില്ലേ? വേറെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയതും പുതിയതും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ഹായ്, എന്താ മോനെ? നീ ഫുൾ ഗുണ്ടുപോയാലോ? ഫുൾ ഗുണ്ടുപോയല്ലോ നീ. തീറ്റ മാത്രമേ ഉള്ളൂ. എവിടെ വെക്കണ്ടേ? എവിടാ? ഞാൻ റൂമിലെത്തിട്ടോ. ശരിക്കും ഗ്രാൻഡ് മാള്. അപ്പം ഞാൻ എന്നും ഒമാനിൽ വന്നാലും ഗ്രാൻഡ് മാൾ അവിടെ ഉണ്ടാവും. അപ്പോൾ
ഷോപ്പ് ഖാൻ ഫാമിലി ഇവനൊക്കെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ചെറിയ മോനാണ്. ഓക്കെ ഇവന് പറയുമ്പോൾ നാണം പോകുന്നുണ്ട്, ഇതൊക്കെ വലുതായി. ഷോക്ക് എങ്ങനെയുണ്ട്, ലൈഫ് എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു, സൂപ്പർ. പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. എടുത്ത് മറ്റേ അവിടെ പാടാ യൂട്യൂബർ വാ. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ തപ്പിയെടുത്താൽ ഇവനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നോക്കിയ ഉപ്പാപ്പിയെ ഇവനെ ഇപ്പം മംഗലം വെച്ചെടുക്കുന്നേ, മംഗലൊക്കെയാണ് കേട്ടാ. വേഗം നോക്കിക്കോ. ശരിക്കും ഞാനിവിടെ വന്നിട്ട് 2 വർഷം അങ്ങനെയില്ലേ? അല്ല മറ്റേ ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ വന്നില്ലേ? ഏകദേശം വന്നില്ലല്ലോ. 1.5 വർഷം കേട്ടോ. 1.5 വർഷം കൂടെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ആസ് യൂഷ്വൽ ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ബർക്കത്താണ് എൻ്റെ എല്ലാ വണ്ടികളും, റാപ്റ്റർ, ആമിന, പറക്കുന്നലിക, ഗോൾഡ് വിങ്, ഈ 4 വണ്ടികളും ഈ ബേസ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോൾ ഒമാനിൽ വന്നാൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. ശിവൊക്കെ ഉണ്ട് അതാട്ടോ. എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മളിനി മസ്കറ്റിലെ കാഴ്ചകളാണ്. മസ്കറ്റിൽ നമ്മൾ പൊളിക്കും, നമ്മൾ ഇവിടെ നിന്ന് കറങ്ങാനുണ്ട്. പിന്നെ ഒമാന് എക്സ്പ്ലോറിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ നമ്പേഴ്സ് കവറപ്പ് ചെയ്യാൻ വേണ്ടി കയറി പോകണമെന്നാലും. കാരണം കഴിഞ്ഞ 2 തവണ വന്നപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ക്ലൈമറ്റും പ്രതികൂലമാണ്, ചൂടാകുന്നതിന് മുന്നേ എനിക്ക് സൗദി കയറി ഇറങ്ങണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ കാരണം നോമ്പ് വന്നുകൊണ്ടല്ലോ കുടുങ്ങലാട്ടോ. അപ്പോൾ ഏതായാലും ഓക്കെ അല്ല, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കോല എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, റൈഡ് തുടങ്ങുമ്പോഴേ ഒരു സുഖമാണ്, ഒരു കിക്കാണ്, ഒരു ലഹരി. അതാണ് യാത്ര ലഹരിയാണെന്ന് പറഞ്ഞില്ലേ, സത്യം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു വൈബിലുള്ളത്. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് മസ്കറ്റിൽ നല്ല കിടിലൻ കാഴ്ചകൾ വിത്ത് ഗോൾഡ് വിങ്.